ഉത്തർപ്രദേശിൽ കോൺഗ്രസ് നേതാവിൻ്റെ മകനെ RSS നേതാവിൻ്റെ അനന്തരവൾ വിവാഹം കഴിച്ചതിനെ ചൊല്ലിയുള്ള ഒരു പുല്ലാപ്പാണ് ഇപ്പോൾ വാർത്തയായിരിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഉത്തർപ്രദേശിലെ ഏറ്റവും ചൂടുള്ള വാർത്ത ഇത് തന്നെയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ഇനി പറയുന്നു. കോൺഗ്രസ് നേതാവിൻ്റെ മകനെ RSS നേതാവിൻ്റെ അനന്തരവൾ വിവാഹം കഴിച്ചതിന് പിന്നാലെ വന്ന ട്രോളുകൾക്കെതിരെ വൻ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. UP-യിലെ BJP നേതാവും RSS പ്രതിനിധിയുമായ രാംലാലിൻ്റെ അനന്തരവൾ ശ്രിയ ഗുപ്തയും UP-യിലെ തന്നെ കോൺഗ്രസ് നേതാവിൻ്റെ മകനും തമ്മിൽ വിവാഹം കഴിച്ചതിന് പിന്നാലെയാണ് വിവാദം ഉരുണ്ടുകൂടിയത്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഇരുവരുടെയും വിവാഹം ലവ് ജിഹാദ് അല്ലേ എന്ന് ചോദിച്ചായിരുന്നു സമൂഹ മാധ്യമത്തിൽ ട്രോൾ തുടങ്ങിയത്. പിന്നീട് ഇത് വലിയ രീതിയിൽ വൈറലായി മാറുകയായിരുന്നു. രണ്ടുപേരുടെയും നവദമ്പതികളുടെ ഫോട്ടോ വെച്ചുകൊണ്ട് ലവ് ജിഹാദ് എന്ന രീതിയിൽ പ്രചരിക്കുകയാണ് UP-യിൽ മുഴുവനും. ലക്നൌവിലെ 5 സ്റ്റാർ ഹോട്ടലായ താജ് വിവാന്തയിലാണ് വിവാഹ സൽക്കാരം നടന്നത്. സംസ്ഥാന ഗവർണറും മുൻ BJP നേതാവുമായ രാം നായിക്, കേന്ദ്രമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വി, UP ഉപമുഖ്യമന്ത്രിമാരായ കേശവ് പ്രസാദ് മൗര്യ, ദിനേശ് ശർമ്മ എന്നിവരും മന്ത്രിമാരായ സുരേഷ് ഖന്ന, നന്ദഗോപാൽ നന്ദി തുടങ്ങിയ പ്രമുഖരും ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. രാജ്യത്തെ സാധാരണക്കാരായ മനുഷ്യർക്കിടയിൽ ഹിന്ദു മുസ്ലിം വിവാഹമുണ്ടാകുമ്പോൾ അത് ലവ് ജിഹാദ് എന്നാരോപിക്കുകയും കലാപത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നവർ ധനവാന്മാർ ആയതുകൊണ്ടും നേതാക്കളുടെ മക്കളാണ് എന്നതുകൊണ്ടുമാണോ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നുമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രധാനമായും ഉയരുന്ന ചോദ്യം. ഭീം ആർമി നേതാവായ ചന്ദ്രശേഖർ ആസാദ് ഇക്കാര്യത്തിൽ RSSൻ്റെ ഇരട്ടത്താപ്പിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം ഇക്കാര്യത്തിൽ വളരെ രൂക്ഷമായ വിമർശനവും RSSനെതിരെ ഉന്നയിക്കുന്നു. RSS ഈ ദമ്പതികളെ സമാധാനപരമായി ജീവിക്കാൻ വിടുമെന്നാണ് താൻ കരുതുന്നത് എന്നായിരുന്നു ചന്ദ്രശേഖർ ആസാദിൻ്റെ ട്വീറ്റ്. ഏതായാലും ഈ വിവാഹത്തെ ചൊല്ലി വലിയ ബഹളമാണ്, അല്ലെങ്കിൽ വലിയ വാദപ്രതിവാദങ്ങളാണ് UP-യിലെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും പ്രചരിക്കുന്നത്.